ബാക്ക് ടു മൈ ചാനൽ. നാളെ നടക്കുന്ന 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്നവർക്കായുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ചോദ്യം, ആർട്ടിമിസ് ദൗത്യം ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം നാസ. ആർട്ടിമിസ് ദൗത്യം ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം നാസ. അടുത്ത ചോദ്യം, 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം N. പ്രഭാകരൻ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം N. പ്രഭാകരൻ. ആർട്ടിമിസ് ദൗത്യം ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം നാസ. 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായത് N. പ്രഭാകരൻ. അടുത്ത ചോദ്യം, ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി നൽകുന്ന കേരളത്തിലെ ആദ്യ നഗരം? ഉത്തരം കോഴിക്കോട്. ലോക നഗര ദിനത്തിൽ യുനെസ്കോ 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി നൽകുകയും ചെയ്ത കേരളത്തിലെ ആദ്യ നഗരം? ഉത്തരം കോഴിക്കോട്. അടുത്ത ചോദ്യം, 2026 20ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി? ഉത്തരം ഐച്ചി നഗോയ. 2026 20ാമത് ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഐച്ചി നഗോയ. അടുത്ത ചോദ്യം, ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുടെ കഥ പറയുന്ന അദ്ദേഹം തന്നെ രചിച്ച പുസ്തകം? ഉത്തരം ദ സെക്കൻഡ് ഓർബിറ്റ്. ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ല കഥ പറയുന്ന അദ്ദേഹം തന്നെ രചിച്ച പുസ്തകം? ഉത്തരം ദ സെക്കൻഡ് ഓർബിറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ഏതാണ്? ഉത്തരം സൗത്ത് റെയിൽവേ സോൺ. ആസ്ഥാനം വിശാഖപട്ടണം. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ സൗത്ത് റെയിൽവേ സോൺ. ആസ്ഥാനം വിശാഖപട്ടണം. ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ഏതാണ്? സൗത്ത് റെയിൽവേ സോൺ. ആസ്ഥാനം വിശാഖപട്ടണം. അടുത്തത്, രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി വയോജന വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം? ഉത്തരം കേരളം. രാജ്യത്താദ്യമായി വയോജനങ്ങൾക്കായി വയോജന വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം? ഉത്തരം കേരളം. അടുത്ത ചോദ്യം, രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കേരള സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ഉത്തരം അൻപ് വീട്. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിയുള്ളവർക്ക് സംരക്ഷണം ഉറപ്പാക്കാൻ കേരള സാമൂഹ്യനീതി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി? ഉത്തരം അൻപ് വീട്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹട്ട്. സംസ്ഥാനത്തെ ലഹരി മയക്കുമരുന്ന് സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കാനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹട്ട്. അടുത്ത ചോദ്യം, കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? ഉത്തരം DK ശിവകുമാർ. കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? ഉത്തരം DK ശിവകുമാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ? ഡോക്ടർ A. കാശികൻ. കേരളത്തിലെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ? ഉത്തരം ഡോക്ടർ A. കാശികൻ. അടുത്ത ചോദ്യം, 2025 രസതന്ത്ര നോബൽ സമ്മാനം എന്തിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഉത്തരം മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. 2025 രസതന്ത്ര നോബൽ സമ്മാനം ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഉത്തരം മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്ക്. അടുത്ത ചോദ്യം, 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി തിരഞ്ഞെടുത്തത്? ഉത്തരം ദിയ ബിനു പൊള്ളിക്കക്കടം. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയായി തിരഞ്ഞെടുത്തത്? ഉത്തരം ദിയ ബിനു പൊളിക്കക്കണ്ടം. അടുത്ത ചോദ്യം, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയായി രാജ്യമായി മാറിയതെന്ന്? 2023 ഏപ്രിൽ. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി മാറിയതെന്ന്? 2023 ഏപ്രിലിൽ. അടുത്ത ചോദ്യം, 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളി കായിക താരം? ഉത്തരം PR ശ്രീജേഷ്. 2025 പത്മഭൂഷൺ ബഹുമതി ലഭിച്ച മലയാളി കായിക താരം? ഉത്തരം PR ശ്രീജേഷ്.
അടുത്ത ചോദ്യം, വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ. ഉത്തരം കെ സോമപ്രസാദ്. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് ആദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ചെയർമാൻ. ഉത്തരം കെ സോമപ്രസാദ്. അടുത്ത ചോദ്യം, 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം. ഉത്തരം ഇറ്റലി, മിലാനോ കോർട്ടിന. 2026 വിന്റർ ഒളിമ്പിക്സിന് വേദിയായ സ്ഥലം ഇറ്റലി, മിലാനോ കോർട്ടിന. അടുത്ത ചോദ്യം, സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര്. ഉത്തരം സഹജ. സ്ത്രീകൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാനുള്ള കോൾ സെന്ററിന്റെ പേര്. ഉത്തരം സഹജ. അടുത്ത ചോദ്യം, 2026 ഓസ്കർ അവാർഡിന് അർഹനായ ചിത്രം. ഉത്തരം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. 2026 ഓസ്കാർ അവാർഡിന് അർഹനായ ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. ഉത്തരം കെ മുരളീധരൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി. ഉത്തരം കെ മുരളീധരൻ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. ഉത്തരം എ പി അനിൽകുമാർ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി. ഉത്തരം എ പി അനിൽകുമാർ. അടുത്ത ചോദ്യം, കായിക വിദ്യാഭ്യാസം പഠന വിഷയമാക്കിയ ആദ്യ സംസ്ഥാനം. ഉത്തരം കേരളം. കായിക വിദ്യാഭ്യാസം പഠന വിഷയമാക്കിയ ആദ്യ സംസ്ഥാനം. ഉത്തരം കേരളം. അടുത്ത ചോദ്യം, അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ്. ഉത്തരം യശോദയും കൃഷ്ണനും. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിന്റിംഗ്. ഉത്തരം യശോദയും കൃഷ്ണനും. അടുത്ത ചോദ്യം, 98ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത്. ഉത്തരം മൈക്കിൾ ബി ജോർദൻ. 98ാമത് ഓസ്കാർ പുരസ്കാര വേദിയിൽ മികച്ച നടനുള്ള അവാർഡ് നേടിയത്. ഉത്തരം മൈക്കിൾ ബി ജോർദൻ. അടുത്ത ചോദ്യം, 2023 ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ. ഉത്തരം മോഹൻലാൽ. 2023 ദാദാസാഹേബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ. ഉത്തരം മോഹൻലാൽ. അടുത്ത ചോദ്യം, 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത്. ഉത്തരം മരിയ കൊറീനോ മച്ചാഡോ, വെനിസ്വേല. 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയത് മരീന കൊറീന മച്ചാഡോ, രാജ്യം വെനിസ്വേല. അടുത്തത്, 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത് ബ്രസീൽ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി ബ്രസീൽ. അടുത്ത ചോദ്യം, 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യ. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. 2026 G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസ്. 2026 G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസും 2025 G7 ഉച്ചകോടിയുടെ വേദി ഉത്തരം കാനഡ. ഇത്രയുമാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ക്ലാസ്സിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എഴുതിയെടുത്ത് പഠിക്കുക. താങ്ക് യു.